നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കെനിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 12ാമത്തതും അവസാനത്തേതുമായ എപ്പിസോഡാണ് ഇത്. ഈ ട്രിപ്പ് അവസാനിക്കുന്ന ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ഡിന്നറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ജോന്ന ഗ്രൂപ്പ് മാനേജർ മിസ്റ്റർ ഉണ്ണി മുൻകൂട്ടി തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിന്നറിനോടൊപ്പം അരങ്ങേറിയ കെനിയയുടെ തനതായ പരമ്പരാഗത നൃത്തങ്ങളാണ് ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കെനിയൻ പരമ്പരാഗത സംഗീതവും നൃത്തവും വളരെ ആകർഷകമായ ഒരു ലോകമാണ് കാണികൾക്ക് പരിവേഷണം ചെയ്യുന്നത്. ഒരു താളാത്മകമായ ട്രോസ്ട്രിക് കെനിയൻ സംഗീതത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേരുകളുണ്ട്. വൈവിധ്യമാർന്ന വംശീയ ഗ്രൂപ്പുകളുടെയും അവരുടെ പാരമ്പര്യങ്ങളുടെയും ഘടനയിൽ നെയ്തെടുത്തതാണ് ഈ കലാരൂപങ്ങൾ. ഓരോ കമ്മ്യൂണിറ്റിയുടെയും അതിൻ്റെ തനതായ ശൈലി സംഭാവന ചെയ്യുന്ന ഒരു സംഗീത യാത്രയാണ് നമുക്കത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. താളങ്ങളുടെയും ഈണങ്ങളുടെയും ഹാർമോണിയങ്ങളുടെയും സമ്പന്നമായ മൊസൈക്ക് സൃഷ്ടിക്കുന്നു. ലുവോ കമ്മ്യൂണിറ്റിയുടെ താളാത്മകമായ സ്പന്ദനങ്ങൾ മുതൽ കിക്കിയു ജനതയുടെ ശ്രുതിമധുരമായ ഈണങ്ങൾ വരെ കെനിയൻ സംഗീതം കഥകൾ പറയുകയും തലമുറകളിലുടനീളം സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കെനിയൻ ഉപകരണങ്ങൾ പുരാതന കഥാകൃത്തുക്കളെ പോലെയാണ്. അവ പൈതൃകവും ശത്വവും വികാരവും അറിയിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ കലാപരിപാടികൾക്ക് ശേഷം കാണികളിൽ പലരും ചെന്ന് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഞങ്ങളിൽപ്പെട്ട പലരും അതുപോലെ തന്നെ അതിന് ശ്രമിക്കുകയും ചെയ്തു, അത് എടുക്കുകയും ചെയ്തു. ആ രംഗങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയെല്ലാം എല്ലാവരോടും സഹകരിക്കുകയും ഫോട്ടോ എടുപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് അവർക്ക് വളരെ താല്പര്യമുള്ള സംഗതിയാണ്. ഇവർ ഇവിടെ അവതരിപ്പിച്ച ഈ നൃത്ത പരിപാടികൾക്ക് പിന്തുണ നൽകിയ ബാക്ക്ഗ്രൗണ്ട് ഉപകരണങ്ങൾ അറബ് വ്യാപാരികളിൽ നിന്നും കൊളോണിയൻ കാലഘട്ടത്തിൽ നിന്നും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അവർ സാംസ്കാരിക സന്ദേശവാഹകരെന്ന നിലയിൽ തങ്ങളുടെ റോളിൽ ഉറച്ചു നിന്നു. അവരുപയോഗിച്ച ഉപകരണങ്ങൾ ഒന്നായിരുന്നു നാറ്റിറ്റി. ലുവോ ജനതയുടെ ആത്മാവിൽ പ്രതിഫലിക്കുന്ന ഒരു ലെയർ പോലെയുള്ള തന്ത്രി ഉപകരണമാണ് അത്. നൃത്തവും കെനിയയുടെ പരമ്പരാഗത ഡിന്നറും കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യം തോന്നി. കാരണം ഇതോടുകൂടി ഞങ്ങളുടെ കെനിയൻ യാത്ര ഇവിടെ അവസാനിക്കില്ല, നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോവുകയും വേണം. അപ്പം ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള യാത്രയും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമാണ് തരുന്നത്. ഈ ട്രിപ്പിനെക്കുറിച്ച് ഇതിലുണ്ടായിരുന്ന ചിലരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജാംബോ, ഞാൻ ജ്യോതി, ഹസ്ബൻഡ് ജയൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നൈറോബിയിലുള്ള ഒരു വലിയ ഒരു ഷോപ്പിംഗ് മാളിലാണ്. ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങള് ആഫ്രിക്കയിലെ കെനിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വനാന്തരങ്ങളിലായിരുന്നു. മസായ് മാര എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മസായ് മാരയിൽ 2 ദിവസം, അതിനു മുമ്പ് ലേക്ക് നൈവാഷ, അതിനു മുമ്പ് നക്കുറു എന്ന് പറഞ്ഞ വേറൊരു ലേക്ക് ഉണ്ട്. എല്ലാം വളരെ മനോഹരമായ സ്ഥലങ്ങള്. ഒരു എന്താ പറയാ, ആധുനികതയുടെ ഒന്നും അവിടേക്ക് കടന്നു ചെന്നിട്ടില്ലെങ്കിലും ആളുകളുടെ ആ നല്ലൊരു പെരുമാറ്റം കൊണ്ടും അവരുടെ ഹോസ്പിറ്റാലിറ്റി കൊണ്ടും നമ്മളെ വളരെയധികം മനസ്സിന് ആനന്ദം തന്ന ആ നാട്ടുകാരുടെ പെരുമാറ്റവും എല്ലാം കൂടി വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഞങ്ങള് 16 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കൊച്ചിയിലുള്ള ഒരു ജോയന എന്ന് പറഞ്ഞൊരു ട്രാവൽ ഗ്രൂപ്പിന്റെ കൂടെയാണ് വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ഞങ്ങൾ 16 പേരും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. ഞങ്ങൾ എല്ലാവരും കൂടി 3 വണ്ടികളിലായിട്ടാണ് ഈ മസായ് മാരയിലെ ഗെയിം ടൂറും നടത്തി. അതിനു മുമ്പ് ലേക്ക് നൈവാഷ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേക്ക് കൂടെ പോകുമ്പോൾ നമ്മൾ നിരവധി പക്ഷികളെയും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് അവിടുത്തെ ഐലൻഡുകളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കെനിയൻ കാട്ടിൽ നിന്നും ടാൻസാനിയയിലേക്കുള്ള മൈഗ്രേഷന് വേണ്ടിയിട്ട് വൈൽഡ് ബീസ്റ്റ്, സീബ്ര 10,000-കണക്കിനാണ് അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. അവര് പുഴ കടന്നാണ് അക്കരയ്ക്ക് പോകുന്നത്. ഞങ്ങൾ ചെറിയ മിനിറ്റിന്റെ വ്യത്യാസത്തിന് പുഴ കടക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷെ 10,000-കണക്കിന് മൃഗങ്ങളെ ഞങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിച്ചു. ഇവിടെ വന്ന് നമ്മുടെ മോഡേൺ ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ ചെറിയൊരു വിഷമം ഇല്ലാന്നും കൂടി പറയാൻ വയ്യ. അത്രയും നല്ലൊരു ടൂറായിരുന്നു. ഞങ്ങള് ഇതിന് മുൻപ് പോയിട്ടുള്ള ടൂറുകളൊക്കെ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത്, ഞങ്ങൾ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്ത് പോകാറാണ് പതിവ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗ്രൂപ്പിന്റെ കൂടെ കണ്ടക്റ്റഡ് ടൂറായിട്ട് ഈ ടീമിന്റെ കൂടെ വന്നത്. ഇവരുടെ അറേഞ്ച്മെന്റും ഒക്കെ വളരെ നല്ലതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കെനിയയിലേക്ക് വന്ന ഒരു ടൂർ പ്രോഗ്രാമായിട്ട് വന്നാണ്. ഞങ്ങളിപ്പോൾ വളരെയധികം
ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കെനിയയിൽ. വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കിതൊക്കെ. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെനിയൻ സഫാരി ഭയങ്കര എൻജോയ്മെൻറ്റും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. എല്ലാ വഴികളും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സഫാരി വിചാരിച്ചാലും ഭയങ്കര സന്തോഷമായിരുന്നു. കാണാനൊക്കെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത, ഇതൊരു പർട്ടിക്കുലർ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് വൈൽഡ് ലൈഫിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. അത് മറ്റൊരിടത്തും എനിക്ക് ഇതുപോലെ കാണാൻ കിട്ടിയിട്ടില്ല. ഇവിടെ വൈൽഡ് ലൈഫാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും പറയാനില്ല. അതൊക്കെ മറ്റെവിടെയും ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമുക്ക് കഴിയുന്നത്രയും അനിമൽസിനെ ഇൻ ആക്ഷൻ നമുക്ക് കാണാൻ പറ്റിയില്ല. അതൊരു അനിമൽസിനെ നമ്മൾ ഇൻ ക്യാപ്റ്റിവിറ്റി ചെയ്യണം. നാട്ടിലേക്കുള്ള ഞങ്ങളുടെ മടക്കയാത്രയ്ക്ക് വേണ്ടി ജോമോ കെനിയാറ്റ, അതായത് നൈറോബിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങളെത്തി ചെക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ട്രിപ്പിനെ കുറിച്ച് ഇതിലുണ്ടായിരുന്ന മറ്റു ചിലരുടെ അഭിപ്രായങ്ങൾ. ബേസിക്കലി നല്ല ടൂറായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ അവർ കാണിച്ചു തന്നു. നല്ല രീതിയിൽ അവർ കോർഡിനേറ്റ് ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല രീതിയിൽ ട്രിപ്പൊക്കെ കോർഡിനേറ്റ് ചെയ്തു. അപ്പോൾ ആരെങ്കിലും പിന്നെ കെനിയൻ ട്രിപ്പ് പോരുന്നുണ്ടെങ്കിൽ ജോനയുടെ കൂടെ പോരാൻ ശ്രദ്ധിക്കുക. ശരി. ജോനാസ് ഹോളിഡേയ്സിൻ്റെ കൂടെ ഞങ്ങൾ 7 ദിവസത്തെ കെനിയ ട്രിപ്പ് വന്നിരുന്നു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ ടൂർ മാനേജർ ഉണ്ണി വളരെ നല്ല മനുഷ്യരാണ്. എല്ലാവരെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും ഞങ്ങൾ മസായിമാര, നൈവാഷ ലേക്ക്, നക്കുരു നാഷണൽ പാർക്ക്, നൈറോബി നാഷണൽ പാർക്ക് ഇതെല്ലാം കാണിച്ചു തരികയും എല്ലാവരോടും ഒരു സഹോദരന് തുല്യം സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തി തരികയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ വർഷം 17 രാജ്യങ്ങൾ സന്ദർശിച്ചു. അത് 8 ട്രിപ്പുകളിലായിട്ടാണ്. അതിൽ ഏറ്റവും നല്ല ട്രിപ്പായിരുന്നത് ജോനാസ് ഹോളിഡേയ്സിൻ്റെ ഈ കെനിയൻ ട്രിപ്പാണ്. ഞാൻ ഓരോ ട്രിപ്പ് പോകുമ്പോഴും 3-4 പാർട്ടികളിൽ നിന്ന് ഐറ്ററി വാങ്ങിക്കുകയും അത് കമ്പയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു ട്രിപ്പ് എടുക്കുന്നത്. അതിൽ ഞാൻ മറ്റുള്ള ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഐറ്ററി എടുത്തപ്പോൾ വളരെ കോസ്റ്റ്ലിയുമാണ്. അതേസമയം 1 നൈറ്റും 1 ഡേയും കുറവുമാണ്. അതുപോലെ അക്കോമഡേഷനും മറ്റുള്ള ഇതറി തന്നിരിക്കുന്ന കാര്യങ്ങളും വളരെ കുറഞ്ഞാണ് കണ്ടത്. അതുകൊണ്ടാണ് ജോനാസ് ഹോളിഡേയ്സ് എടുത്തിരിക്കുന്നത്. ജോനാസ് ഹോളിഡേയ്സ് എല്ലാ കാര്യത്തിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ ടൂർ കൊണ്ടുപോകുന്നത്. എന്നാൽ അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ എല്ലാം ഹൈ ക്വാളിറ്റി ആയിരുന്നു. അതിന് അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ BSNL എഞ്ചിനീയർ ആയിരുന്നു. റിട്ടയർ ചെയ്തതിനു ശേഷം അഡ്വക്കേറ്റ് ആയിട്ട് ഇപ്പം തിരുവനന്തപുരം മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. ഞാൻ സിംഗിളാണ്. അതുകൊണ്ട് എനിക്കെവിടെയും പോകുന്നതിന് പ്രശ്നമില്ല, ലീവിൻ്റെ പ്രശ്നമില്ല ഇപ്പോഴേ. അതുകൊണ്ട് ധാരാളം ടൂറുകൾ പോകുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ഇപ്പോഴും വന്നിരിക്കുന്നത് Kenya tour. It is an adventurous tour. Actually, it is seeing the national parks of Kenya. The main national parks were seen by us. In our group, only 16 people are there. So, it is not a large group. It is a small group and we have 3 vehicles to see the park very well. വേറെ പറയത്ത് നമുക്ക് എന്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പാർക്ക് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ ടൂറിനെ പറ്റി. മറ്റുള്ള ടൂറുകൾ ധാരാളമായിട്ട് നമുക്ക് സിറ്റിയും. ഞങ്ങളുടെ ഈ ടൂറുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എല്ലാവർക്കും എപ്പോഴും പോകാൻ സൗകര്യം കാണത്തില്ല. പക്ഷേ പലതും കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോകാൻ പറ്റുന്ന, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പോകാൻ പറ്റുന്നതിൽ നിങ്ങൾ ടൂർ പോവുക. ഇന്നത്തെ കാലത്ത് 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സൊന്നും ഒരു പ്രായമല്ല. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും ടൂറുകൾ അറേഞ്ച് ചെയ്യുക, പ്ലാൻ ചെയ്യുക, പോവുക, സന്തോഷിക്കുക. ജോമോ കെനിയാട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുൻപ് എംബക്കാസി എയർപോർട്ട് എന്നും നൈറോബി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും വിളിച്ചിരുന്നു. കെനിയയിലെ ഏറ്റവും വലിയ വ്യോമയാന സൗകര്യവും കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവുമാണ് ഇത്. ഒരു വ്യോമയാന കേന്ദ്രം എന്ന നിലയിൽ ഈ പ്രദേശത്ത് മറ്റു വിമാനത്താവളങ്ങളുടെ വേഗത നിശ്ചയിക്കുന്ന കേന്ദ്രമായി ഇത് മാറുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള എയർക്രാഫ്റ്റാണ് വന്നിരിക്കുന്നത്. എയർ അറേബ്യ. പാസഞ്ചേഴ്സ് എല്ലാം ഡിസംബാർക്ക് ചെയ്യുന്നു. ഇനി ഏകദേശം 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ബോർഡ് ചെയ്യാനും ഇവിടുന്ന് യാത്ര തിരിക്കാനും പറ്റും. ഷെഡ്യൂളിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തിയത്. ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ജനുവരി, ഫെബ്രുവരി, ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് കെനിയയിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ഇത് വരണ്ട കാലാവസ്ഥയാണ്. നമുക്ക് ആവശ്യമുള്ള ചൂടും തണുപ്പും ഈ കാലയളവിൽ നമുക്ക് ലഭിക്കും.
Your life jacket is stored under your അങ്ങനെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കെനിയ എന്ന രാജ്യത്തിനോട് വിട പറയുകയാണ് ഞങ്ങൾ. അതിമനോഹരമായ ഒരു ടേക്ക് ഓഫാണ് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ടേക്ക് ഓഫായി. ബൈ ബൈ കെനിയ. ഇനി ഞങ്ങളുടെ മനസ്സിൽ ഭാരതവും ഭാരതത്തിലെ അതിമനോഹരമായ കേരളവും മാത്രമാണ് മനസ്സിലുള്ളത്. വിമാനത്താവളത്തിലെത്തിയ ഞങ്ങൾ അന്യോന്യം യാത്ര പറഞ്ഞ് പിരിയുകയാണ്. എൻ്റെ കെനിയൻ യാത്രയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എൻ്റെ യാത്ര US-ലേക്കാണ്, അമേരിക്കയിലേക്ക്. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒറ്റയാൻ യാത്ര. സിംഗിളായിട്ടാണ് യാത്ര ചെയ്യുന്നത്, സോളോ. അതിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളിൽ ഞാൻ വീണ്ടും എത്തിച്ചേരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.